നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറയേണ്ടത് നമസ്കാരം വീണ്ടും ബൈജു നായർ വീണ്ടും പൂനെയിൽ നിന്നും സ്വാഗതമെന്നാണ്. കാരണം ഇന്നലെയാണ് നമ്മൾ പൂനെയിൽ ഏകദേശം ഈ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഏറ്റവും പുതിയ ടാറ്റ ഹാരിയറിൻ്റെ റിവ്യൂ ചെയ്തത്. ഇപ്പോൾ ടാറ്റ ഹാരിയറിൻ്റെ ചേട്ടൻ എന്ന് വിളിക്കാവുന്ന, അല്ല ഇളയ അനിയൻ എന്ന് വിളിക്കാവുന്ന സഫാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. രണ്ടും ഒരേ ദിവസം ഒരേ സമയത്താണ് കിട്ടിയത്. രണ്ടും പെട്ടെന്നൊന്ന് പറഞ്ഞങ്ങ് ഷൂട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇന്നലെ നമ്മൾ പബ്ലിഷ് ചെയ്ത വീഡിയോ, അതായത് ടാറ്റ ഹാരിയറിൻ്റെ വീഡിയോ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പൊന്ന് കാണുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യമാണ്. കാരണം ടാറ്റ ഹാരിയറിൻ്റെ വരവും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ വളർച്ചയുടെ കഥയുമൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. ഹാരിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 വർഷമായി ഹാരിയർ വിപണിയിലെത്തിയിട്ട്. അതിനുശേഷം 2 വർഷം കൂടി കഴിഞ്ഞ്, അതായത് 2 വർഷം മുമ്പ് വിപണിയിലെത്തിയ മറ്റൊരു മോഡലാണ് സഫാരി. സഫാരിയും ഹാരിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് 7 സീറ്റർ ആണെന്നുള്ള കാര്യമാണ്. 7 സീറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും 3-ാം നിര സീറ്റിൽ മറ്റേതൊരു വാഹനവും പോലെ തന്നെ കൊച്ചു കുട്ടികൾക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. മുതിർന്നവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഒരു 7 സീറ്റർ വാഹനമായിട്ടാണ് ഇതിനെ പറയേണ്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഹാരിയർ വന്നപ്പോൾ അതോടൊപ്പം തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സഫാരി എന്ന മോഡലും. സഫാരി എന്നുള്ള പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ടാറ്റയുടെ ഏറ്റവും മികച്ച ഓഫ് റോഡിങ് വാഹനങ്ങളിലൊന്നായിരുന്നു സഫാരി. ആദ്യകാലത്ത് വന്ന സഫാരിക്ക് കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡൈക്കോർ പോലെയുള്ള ഏറ്റവും പുതിയ എഞ്ചിനോട് കൂടിയ സഫാരിയൊക്കെ വന്നപ്പോൾ ഗംഭീര വാഹനമായിട്ട് തുടരുകയായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ടാറ്റ സഫാരി ടാറ്റ നിർത്തിയത്. അതിനുശേഷം ഹെക്സ പോലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട വാഹനങ്ങൾ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സഫാരി നിർത്തിയത്. എങ്കിൽ പോലും ഇപ്പോഴും സഫാരി പലരുടെയും രക്തത്തിലുണ്ട്. പലർക്കും സഫാരി ഒരു ആവേശമാണെന്നുള്ള സംശയമില്ല. സഫാരി ഇപ്പോഴും സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നവർ, ഇപ്പോഴും വിൽക്കാത്തവരൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഈ സഫാരി വന്നപ്പോൾ പഴയ സഫാരിയുമായിട്ട് മറ്റു തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല, പേര് മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ വാഹനത്തിനും ആ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു തരത്തിലും ആ സഫാരിയുമായിട്ട് ബന്ധമില്ല. ഈ വാഹനം പൂർണ്ണമായിട്ടും ഹാരിയറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ, അതായത് റേഞ്ച് റോവറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ട വാഹനം തന്നെയാണ്. ഈ ഒരു 7 സീറ്ററാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങൾ രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ കുറേ എസ്തെറ്റിക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും നമ്മളിന്നിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ പ്രസിദ്ധീകരിച്ച പബ്ലിഷ് ചെയ്ത വീഡിയോയിലുണ്ട് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഏറ്റവും പുതിയ ഹാരിയറും ഈ ഒരു സഫാരിയുമായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹാരിയറിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ കണ്ടതെല്ലാം സിൽവർ ആക്സൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം സിൽവർ നിറമായിരുന്നെങ്കിൽ ഇതിപ്പോൾ ബോഡി കളേർഡായിട്ട് മാറിയിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ഈ ഭാഗം എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് കൂടുതൽ ആ ഒരു സിൽവർ നിറമുള്ളതായിരുന്നു. പക്ഷേ ഇതിനും ആരാധകരുണ്ടാകാൻ തീർച്ചയായിട്ടും. എങ്കിലും ഇവിടെ ഈ ഒരു കളർ തന്നെ കൊടുത്തിരിക്കുന്നത് രസകരമായിട്ടുണ്ടെന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും താഴേക്ക് വരുമ്പോൾ ആ സിൽവർ നിറവും പോയിട്ട് ഇവിടെ ഫുൾ ബ്ലാക്കിൽ, അതായത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ഭംഗിയായിട്ടുമുണ്ട്. അതുപോലെ ഹാരിയറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം സിൽവർ നിറത്തിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ട ഹാരിയറിൽ പക്ഷേ അവിടെ അതായിരുന്നില്ല, ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം തന്നെയായിരുന്നു. സ്കിഡ് പ്ലേറ്റ് പോലെ ഒട്ടും തോന്നിക്കാത്ത രീതിയിൽ പിയാനോ ബ്ലാക്കുള്ള ഭാഗമായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ രീതി വന്നിട്ടുണ്ട്. ഈ സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും SUV-കളുടെ ഒരു തനത് രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതവിടെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഹാരിയറിൽ കണ്ട പോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഈ ഒരു സെൻസേഴ്സിൻ്റെ ഭാഗമൊക്കെയാണ് അവിടെ ഒരു അടച്ച് കെട്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന വളരെ ഭംഗിയുള്ള ഈ നീണ്ട LED ലൈറ്റ് ബാർ ആയാലും അതുപോലുള്ള ഈ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമായാലും അതും ഈ ടേൺ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അതും ഒരു LED DRL ആയിട്ട് മാറുന്നുണ്ട്. അതൊക്കെ അതേപോലെ നമ്മൾ ഹാരിയർ കണ്ട പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഹെഡ് ലാമ്പിൻ്റെ ഭാഗവും. ഈ ഭാഗത്തിലൊന്നും ഒരു മാറ്റവുമില്ല. അതിന് താഴെ കോർണറിങ് എബിലിറ്റി ഉള്ള ഈ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എയർ സ്കൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വശ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്ന അലോയ് വീലിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. ഈ അലോയ് വീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇത് അടുത്ത കാലത്ത് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു ടാറ്റയുടെ പഴയ വാഹനമായ സിയറയുടെ ഒരു പുതിയ മോഡൽ കൊണ്ടുവന്നിരുന്നു. സിയറ EV എന്നാണ് ആ മോഡലിന് അവർ കൊടുത്ത പേര്. അതായത് EV ആയിട്ടാണ് ഇനി സിയറ വരാൻ പോകുന്നത് കേൾക്കുന്നു. ആ ഒരു പ്രോട്ടോടൈപ്പിൽ കണ്ട അതേ അലോയ് വീൽ എടുത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് തികച്ചും വ്യത്യസ്തവുമാണ്. എനിക്ക് തോന്നുന്നു ഹാരിയറിനേക്കാളും മികച്ച അലോയ് വീലായിട്ട് അത് മാറിയിട്ടുമുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ എലമെൻറ്റ് പോലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഹാരിയറിൻ്റെ ആ അലോയ് വീലിന് കാണാമെങ്കിൽ പോലും ടോട്ടലി ഡിസൈൻ മാറിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇത് 19 ഇഞ്ചാണ് ഈ ഒരു അലോയ് വീല്. ഇതിൻ്റെ പ്രൊഫൈലും മാറിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വിഡ്ത്തൊക്കെ കൂടിയ ടയറാണ് വന്നിരിക്കുന്നത്. അതാണ് മറ്റൊരു വ്യത്യാസം. മറ്റ് വ്യത്യാസങ്ങളൊന്നും നമുക്കിവിടെ പറയാനില്ല. എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് A പില്ലർ B പില്ലർ വരെ പൂർണ്ണമായിട്ട് ഹാരിയർ തന്നെയാണ് ഈ വാഹനം. പക്ഷേ ഹാരിയറിൽ നമ്മൾ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് കണ്ടെങ്കിൽ ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷുള്ള സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം കൂടി വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലുള്ള ഈ ഒരു ബോഡി ലൈനുകളൊക്കെ അതേപോലെ തന്നെ, അതായത് നമ്മൾ ഹാരിയറിൽ കണ്ടത് തന്നെയാണ്. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ക്ലാഡിങ് അങ്ങനെ നീളുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും A B കഴിഞ്ഞ് Cയിലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങളെല്ലാം മാറുന്നത്. ഇവിടെയാണ് ഒരു എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത്.
ഹാരിയറിൽ നമ്മൾ ഈ ഭാഗത്ത് വളരെ ചെറിയ ഒരു ത്രികോണം പോലെയുള്ള ഒരു ചെറിയ ഗ്ലാസ് ഏരിയയാണ് കണ്ടെങ്കിൽ ഇവിടെ 3rd റോ സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടം തൊട്ട് പൂർണ്ണമായിട്ടും മാറ്റവും വന്നിട്ടുണ്ട് ഹാരിയറിനും സഫാരിക്കും. തന്നെയുമല്ല, നമ്മൾ ഹാരിയറിൽ കണ്ടത് ഈ മേൽഭാഗത്തൊരു നേർത്ത അലൂമിനിയം ഫിനിഷുള്ള ഒരു റൂഫ് റെയിലായിരുന്നെങ്കിൽ ഇവിടെ അത് മാറിയിട്ട് ബ്ലാക്ക് ഫിനിഷും അതുപോലെ നല്ലൊരു സ്റ്റീൽ ഫിനിഷുമുള്ള ഭാഗം വന്നിരിക്കുന്നു. ഇവിടെ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ വൃത്തിയോട് മറയ്ക്കാനായിട്ട് നല്ലൊരു ഡിസൈൻ എലമെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഈ കാണുന്ന സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും നമ്മൾ ഹാരിയറിൽ കണ്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ടിപ്പോൾ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഡിസൈനിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എങ്കിലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിൻഭാഗം ഹാരിയറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വീതിയുള്ള പിൻഭാഗമാണെങ്കിൽ ഇത് അല്പം ഒതുങ്ങിയതുപോലെ തോന്നുന്നു. പക്ഷേ ഇവിടെ കാണുന്ന ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ രീതിയായാലും അതുപോലെ തന്നെ നീണ്ട ഈ ഒരു LED ലൈറ്റ് ബാറായാലും എല്ലാം തന്നെ ഹാരിയറിൽ കണ്ടത് തന്നെയാണ്. ഇവിടെ കാണുന്ന റിവേഴ്സ് ലൈറ്റും സ്റ്റോപ്പ് ലാമ്പും ഈ ഒരു ഭാഗവും അതും എല്ലാം തന്നെ ഹാരിയറിൻ്റെ ഡിസൈൻ രീതിയിൽ തന്നെ ആണുള്ളത്. അതുപോലെ തന്നെ താഴെ ഈ ഭാഗവും വ്യത്യസ്തമാണ് ഹാരിയറുമായിട്ട് നോക്കുമ്പോൾ. ഹാരിയറിൻ്റെ ഈ ഭാഗത്തിൽ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ വീണ്ടും സിൽവർ ഫിനിഷ് വന്നിരിക്കുന്നു. ഒരു ബ്ലാക്ക് ക്ലാഡിങ് അത് ബമ്പറിൻ്റെ ഭാഗത്തേക്ക് തന്നെ കടന്നു നിൽക്കുന്നുണ്ട്. സഫാരി എന്നുള്ള ബാഡ്ജിങ് ഏതാണ്ട് ഹാരിയറിൻ്റെ അതേ ഫോണ്ടാണെന്ന് പറയാം, അതിവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്തിനും വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഒരു തള്ളി നിൽക്കുന്ന റിയർ സ്പോയിലറുണ്ട്, അതിൽ സ്റ്റോപ്പ് ലാമ്പുണ്ട്, അവിടെ ഷാഫിൻ ആൻറ്റിനയുണ്ട്, അതുപോലെ തന്നെ പിന്നിലും വൈപ്പർ കൊടുത്തിട്ടുണ്ട്, D4ഉം കൊടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്തേക്ക് കടക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വരാൻ പോകുന്നത്. കാരണം ഇതൊരു 7 സീറ്ററാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെ നിൽക്കുന്നത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ്. അതങ്ങനെ ഉയർന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ 3 ബാഗ് ഇരുന്നപ്പോൾ തന്നെ ബൂട്ട് സ്പേസ് കഴിഞ്ഞു. പക്ഷേ ഇതൊരു 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് തന്നെയല്ല, നമുക്ക് ഈ ഒരു സീറ്റൊക്കെ അങ്ങനെ അങ്ങ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ 4 പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന അത്രയും വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഒരു ഏരിയ ബൂട്ട് ഏരിയ കിട്ടുന്നുള്ള സംശയമില്ല. എങ്കിലും 6 പേര് ഇരിക്കുകയാണെങ്കിൽ ഇത്രയും വളരെ കുറഞ്ഞ ഒരു ബൂട്ട് സ്പേസേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. നമുക്കിനി ബാക്കി കാര്യങ്ങൾ ഉൾഭാഗത്ത് കയറി നോക്കാം. 7 സീറ്റർ എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ഗുണപ്രദമാണ് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പിൻഭാഗവും മുൻഭാഗവും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഹാരിയർ തന്നെയാണ്. പക്ഷേ സഫാരിയുടെ കാര്യത്തിൽ അല്പം കൂടി ഒതുങ്ങിയ പിൻഭാഗമാണ് എന്നാണ് തോന്നുന്നത്. ഡിസൈനിൻ്റെ പ്രത്യേകത മൂലമായിരിക്കാം. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ ഹാരിയറിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ടത്. പക്ഷേ ഹാരിയറിൻ്റെ കാര്യത്തിൽ പുതിയ ഹാരിയർ വന്നപ്പോൾ പഴയതിൽ നിന്നും കുറേ വ്യത്യാസങ്ങൾ വന്നു. അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സഫാരിയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹാരിയർ എന്ന മഞ്ഞക്കിളിയിൽ നിന്നും ഈ സഫാരിയിലേക്ക് കയറുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് മാറി എന്നുള്ളതാണ്. അതായത് ഇവിടെ മുഴുവൻ മഞ്ഞ നിറമായിരുന്നല്ലോ നമ്മൾ കണ്ട ആ ഹാരിയറിൽ. പക്ഷേ ഇതാ ഇപ്പോൾ ഒരു വുഡ് ട്രിമ്മായിട്ട് മാറിയിട്ടുണ്ട്, വുഡിൻ്റെ ഫിനിഷായി. പക്ഷേ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സർഫസാണ് ഇവിടെ കാണുന്നത്. അതിൽ ഇങ്ങനെ ഒരു ചെറിയ വരകൾ, ഒരു അലൂമിനിയം നിറമുള്ള വരകൾ വരുന്നു. ഇവിടെയൊക്കെ ആണെങ്കിലും ഫുൾ ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ ബ്ലാക്കാണ് കണ്ടത്, ഹാരിയറിൽ ഓർമ്മയുണ്ടാവും. ഈവൻ റൂഫ് വരെ ബ്ലാക്ക് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫുൾ വൈറ്റായി. ഈ ഭാഗത്തെല്ലാം നല്ല വൈറ്റ്, ബീജ് ഒരു വളരെ ലൈറ്റ് ബീജ് എന്ന് വിളിക്കാവുന്ന നിറമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രൗണ്, ഇവിടെ വുഡ് ഫിനിഷ്, ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വളരെ ലൈറ്റ് ബീജ്. ഇതാണിപ്പോൾ ഉൾഭാഗത്തെ നിറങ്ങൾ. ബാക്കി കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫീച്ചേഴ്സ് ആയാലും അത് ഇതിൻ്റെ അകത്തുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ് തന്നെയാണ്. അതിൽ നല്ല ടൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക്കലി 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ് ഡ്രൈവറിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് 4 വേ അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റുകൾ തന്നെയാണ്. അതുപോലെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ആയാലും മീറ്റർ കൺസോൾ ആയാലും എല്ലാം തന്നെ നമ്മൾ ഹാരിയറിൽ കണ്ടത് തന്നെയാണ്.
അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ 10 സ്പീക്കേഴ്സ് ഉള്ള JBLൻ്റെ ഗംഭീര സിസ്റ്റം, അതുപോലെ തന്നെ ഒരു 16 മോഡുകൾ ഉള്ള മ്യൂസിക് സിസ്റ്റമാണിത്. അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ഹാരിയറിൻ്റെ എപ്പിസോഡിൽ കണ്ടതുകൊണ്ട് അതൊന്ന് കാണുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് ആവർത്തന വിരസത എനിക്ക് നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെയാണല്ലോ ഈ നിറങ്ങളെല്ലാം തന്നെ ആവർത്തിച്ചിരിക്കുന്നത്. ഇവിടെയും മഞ്ഞ നിറമായിരുന്നു ഹാരിയർ എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവും. ഇവിടെ അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരുന്നു. മനോഹരമായ ഗിയർ ലിവർ ഇവിടെ കാണാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ടെറൈൻ മോഡ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഡ്രൈവ് മോഡ്, അത്തരം കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. എല്ലാം രണ്ട് വാഹനത്തിലും ഒരുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ വയർലെസ് മൊബൈൽ ഫോൺ ചാർജിങ്ങിൻ്റെ ആ ഒരു പാഡാണ് ഇവിടെ കാണുന്നത്. ചാർജിങ് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ്, അതിനുള്ളിൽ 3 ചാർജിങ് പോയിൻറ്റുകൾ, പിന്നെ വളരെ വിശാലമായ ഈ ഒരു സൺറൂഫ്. എല്ലാം കൂടെ തുറന്നു പോകാതെ പാനൽ മാത്രം പോകാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വേഗം തിരിച്ചു വാ, ഗ്ലാസ് തിരിച്ചു വരാൻ ഇത്തിരി താമസമാണ്. ഗ്ലാസ് തിരിച്ചു വന്നു കഴിഞ്ഞു. അതുപോലെ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു വൈറ്റ് നിറം തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെളിയാകാനുള്ള സാധ്യതയാണ് അതിനുള്ളത്. പിന്നെ സ്പേസ്, അത്തരം കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീൽ ഫുൾ ബ്ലാക്ക് ആയിരുന്നു നമ്മൾ ഹാരിയറിൽ കണ്ടതെങ്കിൽ ഇത് വൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ചുറ്റുപാടും ബ്ലാക്കിൻ്റെ ഒരു ആവരണവും ഉണ്ടെന്ന് പറയാം. ഇവിടെ ഇലുമിനേറ്റഡ് ഒരു സ്ക്രീനും അതിലെ ലോഗോയും, അത്തരം കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. അതുപോലെ വളരെ വിശാലമായ മീറ്റർ കൺസോളാണ്. അതിൽ ധാരാളം ഇൻഫർമേഷനൊക്കെ കാണാം. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണ്. എങ്കിലും കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കൂടി ഒന്ന് കാണുക, കണ്ടിട്ടില്ലാത്തവർ. ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഈ കയറിയിരിക്കുന്നത് ഒരു 6 സീറ്റർ സഫാരിയാണ്. അതുകൊണ്ട് തന്നെ നടുവിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റൻ സീറ്റുകളാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മാനുവലാണ് സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോൾ. പക്ഷേ ഈ ഗംഭീരമായ കുഷനിങ് ഉള്ള സീറ്റിൽ വെൻറ്റിലേറ്റഡ് സീറ്റുകൾ കൂടിയാണെന്നുള്ള പ്രത്യേകതയുണ്ട്. അതുപോലെ ഇവിടെ നല്ല ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സുഖമായിട്ട് ചാരിയിരുന്ന് യാത്ര ചെയ്യാം. നമ്മൾ ഹാരിയർ ഓടിച്ചപ്പോൾ ഈ സാധനം ഇവിടെ കയറി ഇരിക്കുന്നില്ലായിരുന്നു. ഇതിൻ്റെ ഈ ക്ലിപ്പ് അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിലങ്ങനെയല്ല കേട്ടോ. ഇതിൽ ക്ലിപ്പൊക്കെ ഉണ്ട്, കയറ്റി വെച്ചിരിക്കാം. അതെന്ത് സംഭവിച്ചാണ് അതിലെന്ന് അറിഞ്ഞൂടെ. എന്തായാലും അത് ഫിറ്റ് ചെയ്യാൻ മറന്നു പോയതായിരിക്കാമെന്ന് വിചാരിക്കാം. എന്തായാലും വളരെ ഉയർന്ന സെൻട്രൽ ടണലൊക്കെ ഉണ്ടെങ്കിലും 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. പിൻഭാഗത്തേക്ക് ഇതുപോലെ മൊബൈലൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലവും 2 ചാർജിങ് പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പാനോറമിക് സൺറൂഫ് പിൻഭാഗം വരെ വരുന്നുണ്ട്. വിശാലമായിട്ട് കാലൊക്കെ വെച്ചിരിക്കാവുന്ന ലെഗ് സ്പേസ് ഉണ്ട്. കാരണം ഇത് വളരെ പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്, എന്നിട്ട് ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്കിത് പിന്നിലേക്ക് മാനുവലി സ്ലാൻഡ് ചെയ്ത് കിടക്കാനും ബുദ്ധിമുട്ടില്ല. ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2-3 ബോട്ടിലുകൾ, അതുപോലെ തന്നെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ വയ്ക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ രീതിയെല്ലാം തന്നെ. ഇനി പിൻഭാഗത്ത് തേർഡ് റോ സീറ്റിലേക്ക് ഇനി മറ്റു പേരുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുൻഭാഗത്തേക്ക് ഈ സീറ്റ് നീക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ നീക്കാം. അങ്ങനെ മുൻഭാഗത്ത് പാസഞ്ചർ സീറ്റിൽ ആളില്ലെങ്കിൽ സുഖമായിട്ട് കാല് വെച്ചിരിക്കാൻ സാധിക്കും. ഇനി സാറ് പിൻഭാഗത്തേക്ക് പോട്ടെ. പിൻഭാഗത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കൂടെയൊക്കെ വന്നിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഇരിക്കേണ്ടി വരുന്നത്. കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊന്നും നോക്കാനില്ല. അപ്പോൾ കൂടെ അത് മുന്നിലേക്കൊന്ന് വലിക്കുകയാണെങ്കിൽ എങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ അമ്മ ഈ സീറ്റ് ഞാൻ ബാക്കിലേക്ക് ഇട്ടിരിക്കുന്നത് എൻ്റെ കാല് പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതുതന്നെ നാച്ചുറലി അങ്ങനെയാണ് ഇത്തരം വാഹനങ്ങളുടെ സീറ്റുകളുടെ കാര്യത്തിൽ. കുറച്ച് മുന്നിലേക്കിട്ട് അല്പം കാല് വെച്ചിരിക്കുക, എങ്കിൽ പോലും ഒട്ടും തന്നെ തൈ സപ്പോർട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഖമായി ഇരിക്കാവുന്നൊരു അവസ്ഥയല്ല, കൊച്ചു കുട്ടികൾക്കാണ് ഇരിക്കാവുന്നത്. അതുപോലെ ഇവിടെ AC-യുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സി പില്ലറിലും 2 വലിയ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ AC-യുടെ സ്പീഡ് കൂട്ടാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു സി പില്ലറിൽ വലിയ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് ഹോൾഡറുണ്ട്. ഇവിടെ മൊബൈൽ വയ്ക്കാവുന്ന ഒരു ചെറിയ സ്ഥലം കൊടുത്തിരിക്കുന്നു. അത് വിട്ടും പോകുന്ന കൊണ്ടാരം കയറിയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പറയാവുന്നത്. ബാക്കി ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ വളരെ മോശം തന്നെയാണ്, ഏതൊരു തേർഡ് റോ സീറ്റ് വാഹനത്തെയും പോലെ തന്നെ. എന്തായാലും 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റൊക്കെ ഉണ്ട്. അത് ഉയർത്തി വയ്ക്കാവുന്ന ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ. എന്തായാലും 4 പേർക്ക് സുഖമായിട്ടും 2 കുട്ടികൾക്ക് സുഖമായിട്ടും അങ്ങനെ 6 പേർക്ക് സുഖമായിരിക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. എന്തായാലും ഗംഭീരമായൊരു ബിൽഡ് ക്വാളിറ്റി, അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഘടകം.
അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ടാറ്റ ഹാരിയറിൻ്റെ മാനുവൽ ഓടിച്ച ശേഷം ഇപ്പോൾ സഫാരിയുടെ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ഇത് രണ്ടും തമ്മിൽ തോന്നിയതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല. ഇത് രണ്ടും ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഹാരിയറിൻ്റെ മാനുവൽ വളരെ ശബ്ദരഹിതമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചെന്നുള്ള കാര്യമാണ്. അങ്ങേയറ്റം സ്മൂത്തായിരുന്നു ആ എൻജിൻ, ശബ്ദമേ ഇല്ല. നമ്മൾ ഡ്രൈവ് ചെയ്താൽ പോലും വലിയ ശബ്ദമില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിൽ ഈ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു എൻജിൻ്റെയും ഒരു സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം കുറച്ചൊന്ന് നോയ്സിയാണ് ഈ എൻജിൻ. അതായത് NVH ലെവലുകളൊക്കെ കടന്ന് കുറച്ച് ശബ്ദം ഉള്ളിലേക്ക് നമ്മളങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. വളരെ ചെറിയ തോതിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പല മാധ്യമപ്രവർത്തകരൊക്കെ ഓടിച്ച് ഒക്കെ ഉള്ള അവസ്ഥയിലിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു സർവീസ് ചെയ്താൽ ശരിയാകാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ചുകൂടി നോയ്സിയാണ്. അത്രയും സ്മൂത്തായ ഒരു എഞ്ചിന് ശേഷം ഇതിലേക്ക്, അത്രയും സ്മൂത്തായ ഒരു ഡ്രൈവിന് ശേഷം ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് ശബ്ദം തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഓട്ടോമാറ്റിക്കിൻ്റേതായ സവിശേഷതകളുണ്ട്. ഇത് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. എന്താ പറയുന്നത്, ആദ്യകാലം തൊട്ട് തന്നെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക്കാണ്. പൊതുവേ ഈ ഒരു ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക്കിന് അല്പം മൈലേജ് കുറയും എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നം. പക്ഷേ ഈ പുതിയ അപ്ഡേറ്റഡ് എഞ്ചിൻ അഥവാ ഈ ഒരു BS6 ഫേസ് 2 അതിലേക്ക് മാറ്റിയ എഞ്ചിൻ വന്നു കഴിഞ്ഞപ്പോൾ 16.80 km/ലിറ്ററാണ് മാനുവലിന് പറയുന്ന മൈലേജ്. 14.60 km/ലിറ്ററാണ് ഓട്ടോമാറ്റിക്കിന് പറയുന്ന മൈലേജ്. ഒരു 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഇത്ര ഹെവി വാഹനത്തിന് അതൊട്ടും കുറവല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് മാന്യമായ രീതിയിലൊക്കെ ഓടിച്ചാൽ 12-13 വരെയൊക്കെ നമുക്ക് ഹൈവേയിൽ കിട്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മളങ്ങനെ കാല് കൊടുത്ത ഉടനെ നമ്മളങ്ങോട്ട് പറന്നു പോകുന്ന രീതിയിലുള്ള ഒരു രീതികളൊന്നുമല്ല ഈ വാഹനത്തിന്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഹെവിയായ ഒരു വാഹനത്തെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോഴാണ് അത്തരത്തിലുള്ള ഡ്രൈവിംഗ് ക്യാരക്ടറൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹാരിയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിക്കേണ്ടത്. അതായത് അഡാസ് ഫീച്ചേഴ്സ് ആയാലും അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ സെയിമാണ്. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകെ വ്യത്യാസം നമ്മൾ ഇൻറ്റീരിയറിൽ പറഞ്ഞ കാര്യങ്ങളിലും എക്സ്റ്റീരിയറിൽ പറഞ്ഞ കാര്യങ്ങളിലും മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലി യാതൊരു മാറ്റവുമില്ല. ആകെ മാറ്റം നമുക്ക് പറയാവുന്നത് അതിൽ 18 ഇഞ്ച് ടയേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിൽ 19 ഇഞ്ച് ടയേഴ്സായി എന്നുള്ള കാര്യമാണ്. എന്തായാലും അഡാസ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും വളരെ ഗംഭീരമാക്കുന്നുണ്ട് ഈ വാഹനത്തെ. 17ഓളം അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഹാരിയറിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും വൈകി വായിച്ചു തുടങ്ങിയവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻഡത്തിൻ്റെയൊക്കെ പഴയ കോമിക്സിൽ കഴിഞ്ഞ ലക്കത്തിലെ കഥ പറയുന്ന പോലെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അഡാസിൻ്റെ അതിൽ പ്രധാനമായിട്ട് നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, പിന്നെ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ ഫോർവേഡ് കൊളീഷൻ വാണിംഗ്, റിയർ കൊളീഷൻ വാണിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, ലൈൻ ചേഞ്ച് അലേർട്ട്, ഡോർ ഓപ്പൺ അലേർട്ട്, ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ, ഹൈ ബീം അസിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അത് ഓരോന്നായിട്ട് പറഞ്ഞാൽ അത്രയധികം ദിവസങ്ങൾ വേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ലെവൽ 2ലേക്ക് എത്താവുന്ന രീതിയിലുള്ള അഡാസ് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ പോലുള്ള കാര്യങ്ങൾ, അത് സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിൽ കുറച്ചുകൂടി ബലപ്പെടുത്തിയ 6 പേർക്ക് ഇരിക്കേണ്ടത് കൊണ്ട് തന്നെ അല്പം കൂടി ബലപ്പെടുത്തിയ അല്ലെങ്കിൽ കുറച്ചുകൂടി ട്യൂൺ ചെയ്ത സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്കോ, സിറ്റി, സ്പോട്ട് തുടങ്ങിയ മൾട്ടി ഡ്രൈവിംഗ് മോഡുകൾ, ടെറൈൻ മോഡുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ 7 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാരിയറിൽ പറഞ്ഞെല്ലാം ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്താണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 6 പേർക്ക് സുഖമായിരിക്കാം, അല്ലെങ്കിൽ 7 പേർക്ക് ഇരിക്കാവുന്ന കോൺഫിഗറേഷൻ ഉണ്ട്. ഇത്ര 2 തരത്തിലുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. പക്ഷേ തേർഡ് റോ സീറ്റിൽ ഞാൻ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾക്കാണ് അധികവും ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും രണ്ട് മോഡലുകളിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ വളരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ രണ്ടും തമ്മിൽ എന്നാണ് പറയേണ്ടത്. പക്ഷേ കാഴ്ചയിൽ കാര്യമായ രീതിയിൽ മാറ്റം നമുക്ക് പിൻഭാഗത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ ദൃശ്യവുമാണ്. അപ്പോൾ പണ്ട് ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ സാമ്രാജ്യത്തെ ചുറ്റും നിന്ന് സംരക്ഷിച്ചിരുന്ന ഈ കോട്ട പോലെ നിൽക്കുന്ന മലകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പുതിയ സഫാരി ഒട്ടും മോശമല്ല.
പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 7 സീറ്റർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു 7 സീറ്ററിൻ്റെ ഗുണങ്ങളൊന്നും സാധാരണ 7 സീറ്റർ വാഹനങ്ങൾ കിട്ടാറില്ല. കാരണം മുതിർന്നവർക്ക് മൂന്നാർ റോയിലിരിക്കാൻ അത്ര വലിയ സുഖകരമായ ഒരു അനുഭവമൊന്നുമല്ല. അത് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. അല്ലാതെ നിങ്ങൾക്കൊരു കൃത്യമായ ഒരു 7 സീറ്റർ കിട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് MGയുടെ ഗ്ലോസ്റ്ററിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ്. ഗ്ലോസ്റ്ററിലാണ് ഒരു തേർഡ് റോ സീറ്റിൽ കുറച്ചെങ്കിലും സ്ഥലമുള്ളത്. ബാക്കി ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളൊന്നും അത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ കുറ്റമൊന്നും പറയാനില്ല. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എസ്തെറ്റിക്കലി കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഹാരിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് പക്ഷേ അത്രയ്ക്കൊന്നും ഇഷ്ടമായിട്ടില്ല. അതായത് ഈ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കാണുന്ന ആ സിൽവർ നിറമൊക്കെ ആയിരുന്നു എനിക്ക് ഹാരിയറിൽ കണ്ടായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്കിൽ പോലും പഴയ സഫാരിയേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് പിൻഭാഗത്ത് വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഉൾഭാഗമാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഹാരിയറിൻ്റെ ആ മഞ്ഞ നിറമുള്ള ആ കൺസോളിൻ്റെ ഭാഗത്തിനേക്കാളൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ വുഡൻ ഫിനിഷുള്ള ആ ഒരു ഡാഷ്ബോർഡൊക്കെയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വാഹനങ്ങൾ നമുക്ക് മാറ്റി പറയാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിൻ്റെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓടിച്ചത്, മറ്റേത് മാനുവലായിരുന്നു. എന്തായാലും ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ അതിൻ്റേതായൊരു സുഖമുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് 2-3 ദിവസം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെ വില വരാം. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കുട്ടികളൊക്കെയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും 7 സീറ്ററിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ 6 പേർക്ക്, 4 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന വാഹനമാണ് അപ്പോൾ ടാറ്റ സഫാരി. അപ്പോൾ മലയാളക്കരയിൽ നിന്ന് ആരംഭിക്കുകയും നമ്മൾ മറ്റ് സംസ്ഥാനക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ നടുവിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ബൈ പറയുന്നു. താങ്ക് യു.